ഇന്നൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിനായിട്ട് ഒഴിച്ചു കൊടുത്തു. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ടുകൊടുത്തു. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനും വേണ്ടിയിട്ട് അതിലോട്ടൊരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തു. ഇതൊന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കണത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് മൂന്നും ഒന്ന് വഴറ്റി വരാനും വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഒരു നുള്ള് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ചപ്പും പൊതിനയും കറിവേപ്പിൻ്റെയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഇതിവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട പുഴുങ്ങിയെടുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ മുട്ട ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് മുട്ട പൊടിഞ്ഞു പോവാത്ത വിധത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.